കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് കണ്ടു. അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. രാഷ്ട്രീയത്തിൽ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്നാമത് ജനങ്ങളുടെ നന്മയ്ക്കായി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നവർ. അവർ ആഴമുള്ള ചരിത്രബോധവും സമകാലിക സംഭവവികാസങ്ങളിൽ വ്യക്തമായ അറിവുള്ളവരുമാണ്. അവർ സഹാനുഭൂതി, മനുഷ്യസ്നേഹം, സ്വന്തം നാടിനോടുള്ള പ്രതിബദ്ധത എന്നിവയിൽ നിന്നാണ് ശക്തി ആർജിക്കുന്നത്. വ്യക്തിപരമായ നേട്ടങ്ങൾക്കപ്പുറം ദീർഘദർശനത്തോടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ദൗത്യ ബോധമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ വിഭാഗത്തിൽ, ആ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് രാഷ്ട്രീയം എന്നത് സേവനമല്ല, പണം സമ്പാദനവും സ്ഥാനവും അധികാരവും മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഇലക്ഷൻ എടുത്താൽ സ്വന്തം പാർട്ടിയിൽ അവസരം കിട്ടിയില്ലെങ്കിൽ ഇതുവരെ ഉയർത്തിപ്പിടിച്ചിരുന്ന ആശയങ്ങളും നിലപാടുകളും ഉടുപ്പ് മാറുന്നതുപോലെ ഒറ്റ രാത്രി കൊണ്ട് ഉപേക്ഷിച്ച് ഒരു ഉളുപ്പുമില്ലാതെ എതിർപക്ഷത്തേക്ക് മാറാൻ ഒരു മടിയും കാണിക്കില്ല. അവരുടെ തീരുമാനങ്ങളെ നയിക്കുന്നത് ആശയ അടിത്തറയല്ല, പകരം വ്യക്തിപരമായ നേട്ടവും അധികാര കൊതിയുമാണ്. എൻ്റെ നേതാവാണ് മുഖ്യമന്ത്രിയാകേണ്ടത്. ഈ ആവശ്യം ഉയർത്തുന്നവർ ഈ അടിസ്ഥാന വ്യത്യാസം ഒന്ന് മനസ്സിലാക്കണം. ജനസേവനത്തിന് ഇറങ്ങുന്ന യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അധികാരം ഒരു ലക്ഷ്യമല്ല, അത് ഒരു ഉപാധി മാത്രമാണ്. അവർ ജനങ്ങളുടെ വേദനകളും പ്രതീക്ഷകളും ശ്രദ്ധയോടെ കേൾക്കും, മനസ്സിലാക്കും, പ്രവർത്തിക്കും. ജനങ്ങളുടെ പൾസിനൊപ്പം നിൽക്കും. സത്യം പറയേണ്ട സമയത്ത് ആരുടെയും മുഖം നോക്കാതെ അത് വിളിച്ചു പറയും. നിലപാടുകൾക്കൊപ്പം അടിയുറച്ചു നിൽക്കും. സ്ഥാനമുണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്നതാണ് അവരുടെ രാഷ്ട്രീയത്തിന്റെ ബോധം അല്ലെങ്കിൽ അടിസ്ഥാനം. അവർക്ക് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സമാധാനമുണ്ടാകും. അതേസമയം പണവും അധികാരവും ലക്ഷ്യമാക്കി രാഷ്ട്രീയത്തിലേക്ക് വരുന്നവർക്ക് ജനങ്ങൾ ഒരു മാർഗമാണ്. അവർക്ക് ലക്ഷ്യമല്ല, പകരം ആരെയെങ്കിലും സന്തോഷിപ്പിച്ചാൽ മാത്രം ഉയരാം എന്ന ചിന്തയിൽ അവർ ജീവിക്കും. മുതിർന്ന നേതാവിനെ സന്തോഷിപ്പിക്കാൻ എന്തും ചെയ്യും. ജനങ്ങളുടെ വികാരം എന്തായാലും തങ്ങളുടെ സ്ഥാനവും ആവശ്യങ്ങളും ഉറപ്പാക്കുന്നത് മാത്രമാണ് അവരുടെ പ്രധാന ലക്ഷ്യം. പൊതുസമൂഹത്തിൽ നിന്ന് വിമർശനം ഉയർന്നാലും അത് അവരെ ബാധിക്കില്ല. കാരണം അവരുടെ രാഷ്ട്രീയം ജനങ്ങളുടെ വിശ്വാസത്തിലല്ല, വ്യക്തിപരമായ ലാഭത്തിലാണ്. അതിലാണ് നിലകൊള്ളുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തി അതിൻ്റെ ഐക്യമാണ്. ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ അത് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന രീതിയിലാകരുത്. ആരാണ് മുഖ്യമന്ത്രി എന്നതിലുപരി എന്താണ് നമ്മൾ ജനങ്ങൾക്ക് നൽകേണ്ടത്, അത് നൽകാൻ ആരാണ് നമ്മളെ നയിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ആത്മാർത്ഥമായി ഉത്തരം കണ്ടെത്തിയാൽ ഈ ആശയക്കുഴപ്പങ്ങളെല്ലാം അവിടെ തീരും. തൻ്റെ നേതാവിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് സ്വാഭാവികമാണ്, അതൊരു തെറ്റല്ല. എന്നാൽ ആ ആവശ്യം ജനങ്ങളുടെ താല്പര്യത്തിലും സംസ്ഥാനത്തിൻ്റെ ഭാവിയിലും അധിഷ്ഠിതമാണോ എന്ന് ഒരു നിമിഷം ചിന്തിക്കണം. അല്ലെങ്കിൽ വ്യക്തിപരമായ വിശ്വാസവും ഗ്രൂപ്പ് രാഷ്ട്രീയവും നേട്ടലക്ഷ്യങ്ങളുമാണോ എന്നതാണ് അവിടെ നിർണായകമാകുന്നത്. ആധാരമാവേണ്ടത് വ്യക്തിയല്ല, ജനങ്ങളുടെ നന്മയും നല്ല ഭരണത്തിനുള്ള യോഗ്യതയുമാണ്. നായകനെ തിരഞ്ഞെടുക്കുന്നത് വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കരുത്, കഴിവിൻ്റെയും ഉത്തരവാദിത്ത ബോധത്തിൻ്റെയും നിലപാടുകളുടെയും പരിചയസമ്പത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കണം. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്ഥിരതയുള്ള, നീതിയുള്ള ജനകീയ ഭരണം കാഴ്ചവെക്കാൻ കെൽപ്പുള്ള അയാളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമ്മുടെ ചരിത്രം പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. വ്യക്തിപൂജയിലും വിഭാഗീയതയിലും കുടുങ്ങിയ ആ പ്രസ്ഥാനങ്ങൾ ദുർബലമാവും. പക്ഷേ ആശയത്തിലും ജനസേവനത്തിലും ഉറച്ചു നിൽക്കുന്ന പ്രസ്ഥാനം ദീർഘകാലം നിലനിൽക്കും. അതുകൊണ്ട് നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: നിങ്ങൾ ഒരു വ്യക്തിക്കായി പോരാടുന്നുവോ, അല്ലെങ്കിൽ ഒരാശയത്തിനും ജനങ്ങളുടെ നന്മയ്ക്കുമായി പോരാടുന്നുവോ? ഉത്തരം അത്ര ലളിതമല്ല. പക്ഷേ ശരിയായ ഉത്തരം എന്നും എപ്പോഴും ജനങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്, ജനങ്ങളിലേക്കാണ് നയിക്കുന്നത്.